ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ആലപ്പുഴയിലേക്ക് വീണ്ടും പോയിന്ന്. ഇത് ആലപ്പുഴയിലല്ല, കോഴിക്കോടാണ്. ഏതാന്നല്ലേ പറഞ്ഞു തരാം. നമ്മൾ താമസിക്കുന്നിടത്ത് ഒരു ഗ്രാമമാണ്. അപ്പോൾ ഗ്രാമത്തിലെ ഒരു നല്ലൊരു സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു പുഴയോരം. നമുക്കവിടെ പോയി നോക്കാം. നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒരു 5 മിനിറ്റ് നടന്നാൽ വളരെ പ്രകൃതി രമണീയമായ, വളരെ മനോഹരമായ ഒരു അടിപൊളി സ്ഥലത്തെത്താനായിട്ട് കഴിയും. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് സൈഡിൽ. ഇതുണ്ടോ, ഇതൊരു യൂക്കാലി മരമാണ്. ഈ യൂക്കാലി കൊണ്ട് ഒരുപാട് ഉപകാരമുള്ളതാണ്. ഒരു ഔഷധ മരം കൂടെയാണ്. തൈലം ഉണ്ടാക്കാനും മറ്റും ഇത് ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചോളൂ. നമ്മുടെ വൈഫും മോളും മുന്നിൽ നടക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് പുറകിലിങ്ങനെ നടന്നു പോവാണ്. നമ്മൾക്കിപ്പം ഒരു ചീത്ത സ്വഭാവം ഉണ്ടല്ലോ, എവിടെ പോകുകയാണെങ്കിലും കാണുന്നതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കും. ഇതുണ്ടോ, ഇതൊരു ഗ്രാമപ്രദേശം പോലെയാണ്. ഗ്രാമപ്രദേശം തന്നെയാണ്. വാഴയും തെങ്ങും കവുങ്ങും ഒക്കെ ഇവിടെ കൃഷിയുണ്ട്. ഇതിലേക്ക് നടക്കാൻ നല്ല രസമാണ്. നല്ല എന്താ പറയുക, നാച്ചുറൽ വായു ശ്വസിച്ചുകൊണ്ട് നമുക്കിങ്ങനെ നടക്കാം വൈകുന്നേരങ്ങളിലൊക്കെ. ഇതൊരു ഗ്രാമപ്രദേശമാണെങ്കിലും കോഴിക്കോട് ടൗണിനോട് ചേർന്ന് തന്നെയാണ്. കോഴിക്കോട് ടൗണിൽ നിന്നും ഇങ്ങോട്ട് 15 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഇതൊരു മുളയാണ്, ഇല്ലിക്കൂട്ടം. നമ്മുടെ പണ്ട് നമ്മൾ വയനാട്ടിലൊക്കെ ആകുമ്പം വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ഇല്ലിക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടുന്ന് നോക്കുമ്പോഴേ ഞാൻ പറഞ്ഞ പുഴയുടെ ഒരു സൈഡ് കാണാം. അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ, നിങ്ങൾ ഞെട്ടുന്ന കാഴ്ചകളാണ് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇത് പുഴയുടെ ഒരു സൈഡ് ഇങ്ങോട്ട് വന്ന് ചേർന്നതാണ്. പിന്നെ മറ്റൊരു കാഴ്ച ഉണ്ടോ, വളരെ ചെറിയ തെങ്ങാണ്. ഈ തെങ്ങുണ്ടല്ലേ, ചെറിയ തെങ്ങ് കുറച്ച് നിൽക്കണം. നമുക്ക് കൈ കൊണ്ട് പറിക്കാൻ പറ്റും. അത്ര താഴ്ന്നിട്ടാണ് തേങ്ങ ഉണ്ടായിരിക്കുന്നത്. പുഴയുടെ നടുക്കൊരു തുരുത്ത് കണ്ടോ. ഇതേ വെറും ഒരു പുഴ കാഴ്ചയല്ല നമ്മൾ കാണാൻ പോകുന്നത്. ആ പുഴയിൽ ഒരു അത്ഭുതമുണ്ട്. അത്ഭുതമല്ല, ഒരു ഒന്നൊന്നര സംഭവമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഇറങ്ങി നീന്തി കുളിക്കാനൊക്കെ പറ്റും ഈ പുഴയിൽ. അധികം ആഴമൊന്നുമില്ല. കുറച്ച് മുന്നോട്ട് നടുക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. ഇതിൻ്റെ ചില സ്ഥലങ്ങളിൽ ആഴം കുറവുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ചൂണ്ടയിടാനൊക്കെ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. കാണാൻ
ഇതിൽ മീൻ പിടിക്കുന്ന ഒരുപാട് ആൾക്കാരൊക്കെ വരും. ഇന്ന് മീൻ ചൂണ്ടിടാൻ ആരും കണ്ടു. നമ്മൾ ഇതിനു മുന്നേ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴിക്കോട് അങ്ങാടി. അതിൻ്റെ ബാക്കി വീഡിയോസ് വരുന്നുണ്ട്. അത് കാണാത്തവർക്കൊന്ന് കയറി കണ്ടോളൂ. മനോഹരമായ വീഡിയോസും കാഴ്ചകളുമാണ് അതിലുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. അതുണ്ടോ, അങ്ങ് ദൂരോട്ട് നോക്കി നോക്ക്. അത് കിടക്കുന്നതേ ഒരു ഹൗസ് ബോട്ടാണ്. ഇത് മാത്രമല്ല, ഇതിലൊരുപാട് ബോട്ടുകളുണ്ട്. ഹൗസ് ബോട്ടും തുഴ ബോട്ടും പെഡൽ ബോട്ടും അതുപോലെ സ്പീഡ് ബോട്ടും ഒക്കെ ഉണ്ട്. ഈ പുഴയെ അകലാപ്പുഴയാണ്. ഈ പുഴയുടെ മറുവശത്ത് നമ്മൾ പണ്ട് പോയിട്ടുണ്ട്, ഓളോപ്പാറ. അവിടെ നിന്നാണ് ഈ ബോട്ട് സർവീസൊക്കെ തുടങ്ങുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓളോപ്പാറ അറിയപ്പെടുന്നത് നമ്മുടെ കോഴിക്കോടിൻ്റെ കുട്ടനാടെന്നാണ്. നല്ല അടിപൊളി ഫുഡ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ ബോട്ട് സർവീസൊക്കെ അവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഓളോപ്പാറയുടെ വീഡിയോ കാണാത്തവർ അതൊന്ന് കയറി കണ്ടോളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനിടയിൽ കൊടുക്കാം. നമ്മുടെ ബോട്ടിൽ നല്ല അടിപൊളി പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പോവുകയാണ്. ബോട്ട് സർവീസ് നടത്തുന്നത് അങ്ങനെയാണ്. അത് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാം. കുറച്ച് ദൂരെയാണ് ബോട്ട് സർവീസ് നടത്തുന്നത്. ഞാൻ സൂം ചെയ്തെടുക്കുന്നത്. അകലപ്പുഴയുടെ ഓളങ്ങളിലൂടെ ബോട്ടുകൾ ഒരുപാട് സർവീസ് നടത്തുന്നുണ്ട് ഇവിടെ. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്ന നല്ല രസമാണ്. ഇവിടുത്തെ സമയമൊക്കെ പോകും. നല്ല രസമുള്ളൊരു സംഭവമാണ്. അവിടെ മാനാഞ്ചിറയൊക്കെ പോയിരിക്കുന്നവരെയാണ്. നമുക്ക് ഈ പുഴ സൈഡിൽ ഇവിടെ വന്നിരുന്ന് സമയം കളയാം. ഇത് ആലപ്പുഴയോ കുട്ടനാടോ അല്ല, കോഴിക്കോടാണ്. ഒരു ബോട്ടിൽ നിന്ന് മുക്കാലി, ഒരു ബോട്ടിൽ നിന്ന് കടുവേല പാട്ട്. അടിപൊളിയല്ലേ? നമ്മളിപ്പോൾ ഉള്ളതേ ആലപ്പുഴയോ കുട്ടനാടൊന്നുമല്ല, കോഴിക്കോടാണ്. കോഴിക്കോട് ആലപ്പുഴയുടെ ഓളങ്ങളിലൂടെ പോകുന്ന ബോട്ട്, ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഓളോപ്പാറയിലെ വീഡിയോസ്. അതൊക്കെ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇതിൻ്റെ അടിയിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹൗസ് ബോട്ടിലൊക്കെ പോകണമെങ്കിൽ കുട്ടനാടോ ആലപ്പുഴയൊന്നും പോകണ്ട. ഇവിടെ വന്ന് നിങ്ങൾക്ക് ഹൗസ് ബോട്ടോ അല്ലാത്ത ബോട്ടൊക്കെ ഇവിടെ ആസ്വദിക്കാനായിട്ട് കഴിയും. പിന്നെ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാവേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ ചെയ്ത് വെച്ചാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. വീഡിയോ അപ്പോൾ തന്നെ കാണാം. ദേ ആ വരുന്നതേ ഒരു ഹൗസ് ബോട്ടാണ്. അതിൻ്റെ ബേക്കിൽ 2 ബോട്ടുകൾ വേറെയും ഉണ്ട്. ഹൗസ് ബോട്ടിന് മുന്നിലാണ്. ഈ ഹൗസ് ബോട്ടൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും.
അത് ഓളോപ്പാറയിലാണ് അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് തൊട്ടടുത്താണ്. ഇവിടെ നമ്മൾ വന്ന വഴിക്കല്ല, വേറൊരു വഴിക്കാണ് അങ്ങോട്ട് പോകേണ്ടത്. നമുക്കേ അക്കരയ്ക്ക് പോവുകയാണെങ്കിലേ, അതായത് ഓളോപ്പാറയ്ക്ക് പോവുകയാണെങ്കിലേ ഫുഡ് കിട്ടും. ആലപ്പുഴയിലെ പോലെ തന്നെ നല്ല കരിമീനൊക്കെ കൂട്ടി അടിപൊളി ഫുഡ് കഴിക്കാം. വളരെ റേറ്റ് കുറവുമാണ്. ഇതുണ്ടല്ലോ നല്ല ഗ്രാമഭംഗി, അതിനിടയ്ക്ക് അടിപൊളി ഒരു പുഴ, പുഴയിൽ നിറയെ ബോട്ടുകൾ. നമ്മൾ കണ്ടതൊന്നുമല്ല കേട്ടോ, ഇനി പെഡൽ ബോട്ടുണ്ട്, അതുപോലെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട്. ഞാനത് ഇവിടെ വന്നപ്പോൾ നമുക്കത് കാണാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഗ്രാമത്തിലെ ഒരു അടിപൊളി കാഴ്ചയാണ് നിങ്ങളിതുവരെ കണ്ടത്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭംഗി, ഹരിതാപമായ ഭംഗി, അതൊന്ന് വേറെ തന്നെയാണ്. പുറത്ത് നല്ല ഇടിയും മഴയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഇടിവെട്ടും മഴയുടെ ഒച്ചയൊക്കെ കേൾക്കാം, ക്ഷമിക്കുക. നല്ല രസമല്ലേ നമ്മുടെ കേരളത്തെ കാണാൻ? ഒരു പാട്ടൊക്കെ ഇപ്പം എനിക്ക് വരുന്നുണ്ട്, പക്ഷെ പാടാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പാടാത്തതാണ്. ഇങ്ങനെയുള്ള മനോഹരമായ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ ബേക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അകലാപ്പുഴയുടെ ഭാഗമാണിത്. വീഡിയോ എങ്ങനെ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ടേ. പുതിയൊരു കാഴ്ചയുമായി വീണ്ടും വരാം. ഇതിലേക്കും ബൈ ബൈ.